സ്വാമി നമസ്കാരം. നമസ്കാരം. എനിക്ക് ചെറിയൊരു കാര്യം അറിയാണ്ടായിരുന്നു. ഈ അക്ഷയ തൃതീയനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അക്ഷയ തൃതീയയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സ്വാമി ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഐതിഹ്യങ്ങള് അനവധി കാര്യങ്ങളെ പറ്റി അനവധി ഐതിഹ്യങ്ങളുണ്ട്. പലതും ബോധപൂർവമോ ഇല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതികളും ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ തന്നെ ചൈത്രമാസത്തിലെ മേടമാസത്തിലെ വെളുത്ത തൃതീയയാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറയാം. ഒരുപാട് പ്രാധാന്യം അതിൽ പ്രധാനമായിട്ട് കുബേരൻ സമ്പത്തിൻ്റെ ആളാണല്ലോ, അവിടെ തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന് സമ്പത്ത് നഷ്ടപ്പെട്ട് ചില രോഗാവസ്ഥ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പശ്ചാത്താപവിവശനായിട്ട് ഭഗവാനെയും മഹാലക്ഷ്മി അമ്മയെയും പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് തപസ്സിലൂടെ അദ്ദേഹത്തിന് അവരുടെ ദർശനവും ഈ നഷ്ടപ്പെട്ട പ്രതാപവും ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടിയ ദിവസമാണ് അക്ഷയ തൃതീയ തിഥി. പിന്നെ നമ്മുടെ സുദാമാവ്, ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള സുദാമാവ് കുചേലൻ, അദ്ദേഹത്തിന് അനുഗ്രഹം ലഭിച്ച ദിവസമാണ്. ജമദഗ്നിയുടെ പുത്രനായിട്ട് പരശുരാമൻ അവതരിച്ച ദിവസമാണ്. അതുമാത്രമല്ല അന്നപൂർണ ദിനാണ്. പിന്നെ മഹാഭാരത രചന വ്യാസൻ ആരംഭിച്ചതും ഈ അക്ഷയ തൃതീയയ്ക്കാണ്. ഭഗവാൻ ബലരാമൻ അവതരിച്ച ദിവസവും ആണ്. പിന്നെ ഭഗീരഥൻ, ദിലീപൻ, അംശുമാൻ, അസമഞ്ജസ് മുതലായിട്ടുള്ള സകരൻ്റെ വംശത്തിലെ ഭഗീരഥ മഹാരാജാവ് തപസ്സിലൂടെ ഗംഗയെ സ്വർഗത്തിൽ നിന്ന് ആവാഹിച്ചു കൊടുക്കുന്ന ദിവസമാണ്. പിന്നെ മധുരമീനാക്ഷി പരമേശ്വരന്മാരുടെ വിവാഹം നടന്നു എന്ന് പറയുന്ന ദിവസമാണ്. ധർമ്മപുത്രർക്ക് അക്ഷയപാത്രം കിട്ടിയതും ഈ ദിവസമാണ്. പിന്നെ കനകധാര അനുഗ്രഹം ലഭിച്ച ദിവസം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം. അതിൽ കാർത്തിക കൂടി ചേർന്ന് വരുമ്പോൾ വലിയ ഫലമാണ് അതിന് പറയാം. ഇനി തെറ്റിദ്ധരിക്കുന്നൊരു പരസ്യവും ചില വ്യവസായങ്ങളുടെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം പലരും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചാണ്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. അറിയിക്കാന്നൊരു ധർമ്മം ഉണ്ടല്ലോ. കാരണം ആചാര്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെ മറയ്ക്കരുത്, അറിയിക്കേണ്ടത് അറിയിക്കണം എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. തൃതീയാതിഥി വർജ്യം ഹി മേഷേ അർത്ഥേഷു സർവദാ ദർശനോപി മഹാപാപം രജത സ്വർണ്ണലോഹിത എന്നൊരു പ്രമാണം. എന്ന് വെച്ചാൽ മേഷമാസം വരുന്നൊരു തൃതീയാതിഥി വർജ്യമായി ഒഴിവാക്കൂ ഭൗതികത്തിൽ പ്രധാനം സമ്പദാർജനെ. സ്വർണമോ വെള്ളിയോ ചെമ്പോ കണ്ടുപോകരുത് ദിനെ. തൊട്ടാലോ കാണുകയോ ചെയ്താൽ ഗംഗയിൽ പോയി കുളിക്കണം എന്നാണ്. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. സ്വർണം വാങ്ങാനുള്ള ദിവസമാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ധാരണ വന്നിട്ടുണ്ട്. സത്യത്തിൽ അന്നത്തെ ദിവസം ഈ ലോഹങ്ങളൊന്നും കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല എന്നാണ് പറയുക. കാണരുത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണ്, കാണണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ആ വിനിമയം ചെയ്യാൻ യോജിച്ച ദിവസമല്ല അന്നത്തെ ദിവസം. സാധനാനുഷ്ഠാനങ്ങൾക്ക്, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, മഹാപുരുഷന്മാരെ കാണുക, അവരുടെ അനുഗ്രഹം വാങ്ങുക, തീർത്ഥകേന്ദ്രങ്ങൾ, സമാധി, നല്ല സിദ്ധന്മാരുടെ സമാധികൾ, ഗംഗാമാതിരിയുള്ള പുണ്യനദികൾ സ്നാനം ചെയ്യുക, അതിൻ്റെ പരിസരത്ത് നിന്ന് ദാനം ചെയ്യുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെയാണ് അന്നത്തെ ദിവസം ശരിക്കും ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അക്ഷയമായിട്ടുള്ള ഫലം വരും എന്നാണ്. അതുകൊണ്ടാണ് അക്ഷയ തൃതീയ, ക്ഷയമില്ലാത്ത തരത്തിലുള്ള. കാരണം കൊടുക്കും തോറും ഏറിടും എന്നാണല്ലോ. അത് വിദ്യയാണെങ്കിലും ധനമാണെങ്കിലും മറ്റെന്ത് സേവനങ്ങളാണെങ്കിലും അന്ന് ചെയ്യുന്നതിന് എത്രയോ ഇരട്ടിച്ച ഫലമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഇതാണ് അതിൻ്റെ ശരി പ്രമാണം. ഇങ്ങനെയാണ്. ഈ വാമന ജയന്തിയുമായിട്ട് തന്നെ അതും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യ കഥയാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് ഓണത്തിൻ്റെ ഐതിഹ്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. വ്യക്തമാണല്ലോ? വ്യക്തമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറി കിട്ടിയെന്ന് എനിക്ക്. അതെ. നന്ദി സ്വാമി. ഹരി ഓം. കാണാം വീണ്ടും. തീർച്ചയായും.